നീ എന്നെ ചതിച്ചിട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അംബികാവർമ്മയെ നിനക്ക് ശരിക്കും അറിയാലോ. ആദ്യം എന്റെ ആങ്ങള പ്രതാപവർമ്മയെ പവിത്ര എന്ന പേരില് ചീറ്റ് ചെയ്തതിനും ആൾമാറാട്ടം നടത്തിയതിനും ഒരു കേസ്. സത്യത്തിൽ അങ്ങനെ സംഭവിച്ചത് ഓർക്കുമ്പോ എനിക്കിപ്പോഴും അത്ഭുത. നിന്നെ പ്രേമിച്ചിട്ട് ചത്തുപോയ നിന്റെ ഏതോ ഒരു കള്ള കാമുകന്റെ പ്രേതം എന്റെ ശരീരത്തിൽ കൂടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇതൊക്കെ നിന്റെ ജാതക ബലമാടി. അനുഭവിച്ചോ? നീ ഒരു മനുഷ്യനാണോടാ? മൃഗങ്ങൾ വരെ അതിന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന സ്നേഹം കാണണം. നീ എന്ത് ജീവിയാടാ? നീ കുഞ്ഞിനെ ശരിക്കൊന്ന് കണ്ടിട്ടുണ്ടോ? എനിക്കിതിനെ കാണുന്നതിനെ പേടിയാ. ശരിയാ, നിന്റെ അതേ രൂപമല്ലേ നീ കാണുന്നത്. പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും? ഒന്നിറങ്ങി പോടി ഇവിടുന്ന്. ദിവ്യ എന്നെ അങ്ങനെ പോവില്ല. അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു. ഇനി നിന്നെ കൊണ്ടേ ഞാൻ പോവും. തൊട്ടുപോവർ തന്നെ. ഒരു പെണ്ണിന്റെ മാനത്തിനും അവളുടെ ജീവനും പുല്ല് വില കൽപ്പിക്കുന്ന നിന്നെ പോലെ ഒരുത്തനെ ഇനി ഞാൻ വെറുതെ വിടില്ല. നീ കല്യാണം കഴിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഞാനോ നശിച്ചു. ഇനി മറ്റൊരു പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. മോളെ സംയുക്തേ, മോളെ സംയുക്തേ. ഇതെന്താ താലപ്പൊലിയോ? ഒന്നിനു പുറകെ മറ്റൊന്നായി 3 പേരും കൂടി. അതിന്റെ താലം കയ്യിലില്ലല്ലോ അപ്പൂപ്പ. അതെന്തു പറ്റി? അതോടങ്ങ് എടുക്കായിരുന്നല്ലോ. നാളെ തുറക്കാറായി. ഞാൻ അമ്പലത്തിലേക്ക് പോവുക. അത് പറയാനാ വിളിച്ചേ. ഇന്ന് 1-2 ഭഗവതി സേവയുണ്ട്. തിരിച്ചു വരുമ്പോ ആ ഭഗവതി സേവയുടെ കരിക്കും കൂടെ കൊണ്ടുവരണേ പൂപ്പ. ഒന്ന് പോടാ അവിടുന്ന്. ഭഗവതി സേവയുടെ കരിക്ക് ആ വഴിപാട് കഴിപ്പിക്കുന്നവർക്കുള്ളതാ, അല്ലാതെ നിനക്കുള്ളതല്ല. നിനക്ക് കരിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ കൊണ്ടുവരാം. കുറെ കറുകയും മുക്കുറ്റിയും പറിച്ച് ശുദ്ധമായി വെച്ചേക്കണേ. നാളെ ക്ഷേത്രത്തില് വെളുപ്പിന് ഗണപതി ഹോമം ഉള്ളതാ. ആ, നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. അല്ല, ഞാനിവിടെ അടിക്കടിക്ക് വരുന്നത് നിങ്ങൾക്കൊരു ശല്യമാണോ തിരുമേനി? അതെന്താ അംബിക അങ്ങനെ ചോദിച്ചത്? അല്ല, ഞാനിവിടെ വരുന്നതേ സംയുക്തയ്ക്കൊരു ശല്യമാണെന്നൊരു ഫീല് ചെയ്തു. അവള് അത്ര അറിവും ലോകപരിചയവും ഇല്ലാത്ത കുട്ടിയല്ലേ. അവളുടെ പെരുമാറ്റത്തിൽ അങ്ങനെ എന്തെങ്കിലും അംബികയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അംബിക ദയവായി ക്ഷമിക്കണം. തിരുമേനി, ഞാൻ പണ്ട് മുതലേ നിങ്ങളെ തിരക്കി വരുന്നത് വ്യക്തിപരമായി എനിക്കെന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടാണോ? അയ്യോ, ഒരിക്കലും അല്ല. പണ്ട് മുതലേ പാവങ്ങളെ സഹായിക്കണം എന്നുള്ള മനസ്ഥിതിക്കാരാ ഞങ്ങളല്ല. ഓ, സൂര്യമംഗലം കോവിലകവും എന്റെ കോവിലകമായ ചെത്തിക്കാട്ട് കോവിലകവും എല്ലാം പാവങ്ങളെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ സഹായിക്കും. ഇവിടുത്തെ കൊച്ചിന്റെ ഹാർട്ട് ഓപ്പറേഷനെ ഞാൻ എന്റെ കാശ് മുടക്കി നടത്തും. കൊച്ചുമോളോടെ ദുരഭിമാനം കളയാൻ തിരുമേനി ഒന്ന് പറയണം. വന്നു കയറുന്ന മഹാലക്ഷ്മിയെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നത് വിവരക്കേട് തന്നെ അംബികെ. ഞാൻ കുട്ടിയോട് പറയാം. ഇപ്പൊ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കോട്ടെ? ശരി, തിരുമേനി പോയിട്ട് വാ. ആ, എന്താടി നിന്റെ ഉദ്ദേശം? ഞാൻ പ്രതാപനുമായിട്ട് വന്നപ്പോ അവൾ ഹൈദരാബാദ് പോവാത്രേ. നീ എന്നെ ചതിച്ചിട്ട് അങ്ങനെ പോവോടി? ചേച്ചി, ഇനി എന്നെ ഉപദ്രവിക്കരുത്. എന്നെ അനുസരിച്ച് നിന്നാ
നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. അല്ലെങ്കിലേ നിന്നെ പ്രേമിച്ച് നടന്ന ഒരുത്തനില്ലേ, രുദ്രൻ, അവൻ പോയ വഴിയിലേക്കേ നീയും പോകും. കാലപുരിക്ക്. നിങ്ങള് എന്തിനാ ചേച്ചി ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഞാൻ നിന്നെ ഉപദ്രവിക്കല്ലോ, ഉപകാരം ചെയ്യുമല്ലേ ചെയ്യുന്നേ. ആ, നിനക്ക് നല്ലൊരു ജീവിതവും കിട്ടും, അതോടൊപ്പം എന്റെ ലക്ഷ്യവും നിറവേറും. പിന്നെ നീ എന്നെ ചതിച്ചിട്ട് പോകാനാണ് ഉദ്ദേശമെങ്കിൽ അംബികാവർമ്മയെ നിനക്ക് ശരിക്കും അറിയാലോ. ആദ്യം എന്റെ ആങ്ങള പ്രതാപവർമ്മയെ പവിത്ര എന്ന പേരില് ചീറ്റ് ചെയ്തതിനും ആൾമാറാട്ടം നടത്തിയതിനും ഒരു കേസ്. പ്രതാപവർമ്മ മുൻ വിദ്യാഭ്യാസ മന്ത്രിയാ, VVIP-യാ. കേസ് ചെറിയ കേസൊന്നും ആയിരിക്കില്ല. ഈ കേരളക്കര മുഴുവൻ നിന്നാറും. നീ കരയണ്ട. കരയാതിരിക്കാനാ ഞാൻ ചിലതൊക്കെ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ. ദേ, എന്നെ അനുസരിച്ച് നിന്നാ മാത്രമേ ഇനി നിനക്ക് രക്ഷയുള്ളൂ. ആ, ജപ്തിക്ക് വച്ചിരിക്കുന്ന ഈ വീടേ ഞാൻ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി തരാം. നിന്റെ അപ്പൂപ്പനൊരു രോഗിയാ. ഈ അമ്പലത്തിൽ നിന്നും കിട്ടുന്ന പടച്ചോറും കൂട്ടുപായസവും അതൊന്നും കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അയാളുടെ മരുന്നുകളെ ഞാൻ വാങ്ങിക്കൊടുക്കും. നിന്റെ അനീതിയുടെ പഠന ചെലവ് അതും ഞാൻ വഹിക്കും. അതിലൊക്കെ ഉപരി ഏതു നേരവും പെടഞ്ഞു വീണ് മരിക്കാൻ നിൽക്കുന്ന നിന്റെ കൊച്ചാങ്ങള തേജസ്. ചേച്ചി, അല്ല, ആ ചെറുക്കന്റെ ഹാർട്ട് ഓപ്പറേഷനും ഞാൻ നടത്തും. പക്ഷേ നീ എന്റെ ഒപ്പം നിൽക്കണം. എന്റെ ചതുരംഗ പലകയിലെ ഒരു കരു പോലെ. എന്തു പറയുന്നു? നീ കൂൾ ഡൗൺ ആവ്. ഇങ്ങനെ പൊട്ടിക്കരയല്ലേ, അംബികാവർമ്മയുടെ ചങ്കു പൊട്ടും. ഞാൻ കുറേ കാലമായി അമ്പലങ്ങളിലേക്കെങ്ങും പോകാറില്ല. ഞങ്ങളൊക്കെ സീനിയർ സിറ്റിസനാണ്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും.